നമസ്കാരം. പഹൽഗാമിനെ രക്തക്കളമാക്കി 26 നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ഭീകരരുടെ ചിത്രം അന്വേഷണ സംഘം പുറത്തുവിട്ടത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ്. 3 ഭീകരരുടെ രേഖാചിത്രം ആദ്യം പുറത്തുവിട്ടു. പിന്നാലെ 4 ഭീകരരുടെ യഥാർത്ഥ ഫോട്ടോയും പുറത്തുവിട്ടു. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 2 പ്രദേശവാസികളടക്കം 6 ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം. കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പഹൽഗാം, ബൈസരൻ, അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ 4 ഭീകരരുടെ ചിത്രങ്ങളാണ് സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടത്. 4 ഭീകരരും ആയുധങ്ങളും ഏന്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇവർ 4 പേർക്കും നേരിട്ട് പങ്കുള്ളതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണിവർ. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നിങ്ങനെയാണ് ഇതിൽ 3 ആളുകളുടെ പേരുകളെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയുള്ള ഭീകര സംഘടനയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് വിവരം. പാകിസ്ഥാനിൽ ഇരുന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ വിവരമുണ്ട്. കശ്മീരിൽ പോയി ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയത്. വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്ന ഭീകര സംഘത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ പ്രാദേശിക ഭീകരരാണ്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ഭീകരർക്കായി ബൈസരൻ വനമേഖലയിൽ 4 ഹെലികോപ്റ്ററുകളിൽ സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം. എന്നാൽ നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരെ ഒരു തരത്തിലും വെറുതെ വിടില്ലെന്നും ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ലെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. ഈ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പാവപ്പെട്ടവരെ കൊലപ്പെടുത്തിയ ഭീകരരെ വെറുതെ വിടില്ല. ഇത് മരിച്ചവരുടെ കുടുംബത്തിന് നൽകിയ വാക്കാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. അതേസമയം ഭീകരാക്രമണത്തിൽ മരിച്ച 26 പേരെയും തിരിച്ചറിഞ്ഞു. ഗുജറാത്തിൽ നിന്ന് 3 പേർ, കർണാടകയിൽ നിന്ന് 3 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേർ, ബംഗാളിൽ നിന്ന് 2 പേർ, ആന്ധ്രയിൽ നിന്ന് ഒരാൾ, കേരളത്തിൽ നിന്ന് ഒരാൾ, UP, ഒഡീഷ, ബീഹാർ, ചണ്ഡീഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കശ്മീർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത്. നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചു. ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഡൽഹിയിൽ നിന്ന് 4:30 എയർ ഇന്ത്യ വിമാനത്തിൽ പുറപ്പെടും. 7:30 നെടുമ്പാശ്ശേരിയിലെത്തിക്കും. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതിനിടെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് ബാരാമുള്ളയിൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. മേഖലയിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ബുധനാഴ്ച രാവിലെയാണ് ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. ഇത് തടയുകയും തുടർന്നുണ്ടായ വെടിവെപ്പിൽ 2 ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയാണ് കശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത്. പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരം. എന്നാൽ മരണസംഖ്യ 29 ആണെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്.